കൽബിന്റെ തീരത്ത് അവസാന ഭാഗം. രചന ഷംസീന ഫിറോസ്. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നിർമ്മാണം PNR ക്രിയേഷൻസ്. മമ്മി, സനു വന്നു. രാവിലെ വരാന്തയിൽ റമിക്കൊപ്പിരുന്ന് ഹോളിക്സ് കുടിക്കായിരുന്നു സീനൂട്ടി. ഒരാഴ്ചത്തെ ബാംഗ്ലൂർ വാസത്തിന് ശേഷം പോയപ്പോൾ തന്നെ ബാഗും കെട്ടുമൊക്കെ തൂയിക്കൊണ്ടുവരുന്ന സനുവിനെ കണ്ട് അവൾ ഹാളിലേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, സനുന്നോ? അങ്കിൾ വിളിയടി. എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് പേരെടുത്ത് വിളിക്കരുതെന്ന്. തീരെ അനുസരണ ഇല്ലാതായി നിനക്ക്. അല്ലടി കുട്ടി പിശാശ്. സൈനയെ നോക്കി പേടിപ്പിച്ചുകൊണ്ട് സനു കാലിലെ ഷൂ അഴിച്ച് മാറ്റി വരാന്തയിലേക്ക് കയറി. സനു തന്നെ വിളിക്കും. നീ കൊടുത്തേ നിനക്കും തിരിച്ചിട്ടുള്ളൂ. നിന്നെക്കാൾ എത്ര വയസ്സിന് വലുതാണ്ടാ ഞാൻ. ഒരിക്കലെങ്കിലും നീ എന്നെ ബഹുമാനിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. അതുകൊണ്ട് ഇവള് നിന്നെ ബഹുമാനിക്കില്ല. ഇവളെ കൊണ്ട് എനിക്കുള്ള ആകെ ഒരു ഉപകാരം ഇതാ, എനിക്ക് തരാൻ കഴിയാതെ പോയതൊക്കെ ഇവള് നിനക്ക് നല്ല വൃത്തി തന്നെ തരുന്നുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഞാൻ ഇവൾക്കൊപ്പാ. ലൈല വാതിൽക്കിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. ഇതിപ്പോ പണ്ടത്തെ ഒരു വാട്സാപ്പ് സ്റ്റാറ്റസ് കണ്ടുപോലെയായല്ലോ. പെങ്ങന്മാർ ചെയ്തതിൻ്റെയൊക്കെ കണക്ക് അവിടെ മക്കൾ കുരിപ്പോൾ തിരിച്ചു ചോദിക്കുന്നു. പിന്നെ നീ എന്താ എത്തിയത്? ആ, അതൊക്കെ പോട്ടെ. എന്താ ഇതിൻ്റെ മാച്ച് പൊട്ടിയോ? അത് പിന്നെ പ്രത്യേകം ചോദിക്കാനുണ്ടോ? 8 നൽകി പൊട്ടി. സനു വലിയ അഭിമാനത്തോടെ പറഞ്ഞു. ഒരു ലേശെങ്കിലും നാണക്കേട് എവിടുന്നല്ല അതൊക്കെ? എടാ 10-20 വയസ്സായില്ലേ, ഇനിയെങ്കിലും ഇങ്ങനെ കളിച്ചിറക്കാൻ പ്രായത്തിൻ്റെ പക്വത കാണിക്കടാ. എങ്ങാനും ഡിഗ്രി തോറ്റ അടിച്ചതിൻ്റെ മോതയുടെ ഷേപ്പ് മാറ്റി കളഞ്ഞ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അത് മസ്റ്റാ. അതിൽ കുറഞ്ഞൊരു ഇളവ് നീ പ്രതീക്ഷിക്കണ്ട. എൻ്റെ ലൈനിൽ ഇപ്പം ഞാൻ സെക്കൻഡ് റൈറ്റിലേ ഉള്ളൂ. ഇനിയൊരു ഇയർ കൂടിയില്ലേ. സപ്ലിയൊക്കെ എഴുതി നമുക്ക് എങ്ങനെ ഡിഗ്രി ഒന്ന് ശരിയാക്കാന്നേ. ശരിയാക്കിയാൽ നിനക്കൊള്ളാം. ഇല്ലേ നീ വിവരറി. ഇതാ ഞാനെടുക്കാം. അവൾ അവൻ്റെ കയ്യിൽ നിന്നൊരു ബാഗ് വാങ്ങിക്കാനൊരുങ്ങി. അയ്യോ വേണ്ടായേ, എങ്ങാനും താജ് കണ്ടാ പിന്നെ ഞാൻ ഇപ്പോഴേ വിവരറി. നിന്നെ കൊണ്ടൊരു കടലാസേഷൻ എടുപ്പിക്കാറില്ല താജ്. എന്നിട്ടാ ഈ ബാഗ്. തൽക്കാലം ഇതൊക്കെ ഞാൻ തന്നെ എടുത്തോളാം. നീ തെസിമാരോട് ഫുഡ് എടുത്ത് വെക്കാൻ പറ. നല്ല വിശപ്പ്. അവിടുത്തെ ഫുഡൊക്കെ കഴിച്ച് വയറെല്ലാം ഇളകിപ്പോയെന്ന് തോന്നുന്നു. 2 ദിവസം ബാത്റൂമിൽ തന്നെ ആയിരുന്നു. എൻ്റെയൊക്കെ ഒരവസ്ഥയെ. സനു വയറും തടവി ബാഗ് എടുത്തുകൊണ്ട് നേരെ മുകളിലേക്ക് വിട്ടു. അവൻ്റെ പറച്ചിലും പാവൊക്കെ കണ്ട് ലൈലൊന്ന് ചിരിച്ചു. ശേഷം അവിടെ തറയിലിരിക്കുന്ന 2 എണ്ണത്തിനെ നോക്കി. രണ്ടും ഈ ലോകത്തൊന്നുമല്ല. മുന്നിലെ ഒരു ലോഡ് ടോയ്സ് നിരത്തി വെച്ച് അവരുടേതായ ലോകത്താണ്. അവൾ അവിടെ കിടക്കുന്ന കസേര വലിച്ച് അവൾക്കരികിലേക്കിട്ട് വയറ്റിൽ കൈ താങ്ങി പതി അതിലേക്ക് ഇരുന്നു. രാത്രിയിൽ അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ അവൾ കട്ടിലിൻ്റെ ഒരറ്റത്ത് കിടപ്പാണ്. ഇടത്തേക്ക് ചെരിഞ്ഞ് കൈ രണ്ടും മടക്കി കവിളിനടിയിൽ വെച്ചിട്ടാണുള്ളത്. അവളുടെ വീർത്തൊന്നി നിൽക്കുന്ന വയറെടുത്ത് കാണിക്കുന്നുണ്ടായിരുന്നു. ചെരിഞ്ഞിട്ടാണെങ്കിലും അല്പം വളഞ്ഞു കെട്ടിയാണ് കിടപ്പ്. എന്തോ ഒരു പ്രത്യേക ഭംഗിയുണ്ടായിരുന്നു അവിടെ ആ കിടത്തത്തിന്. അവനൊരു നിമിഷം അവളെ തന്നെ നോക്കി നിന്നു. ശേഷം പതിയെ ആ കാൽക്കൽ ചെന്നിരുന്നു. ഉറങ്ങിയോ? അവൻ അവളുടെ കാലിൽ മൃദുവായി തലോടിക്കൊണ്ട് ചോദിച്ചു. എവിടുന്ന്? ചൂടെടുത്തിട്ട് വയ്യ, ഉറക്കം വരണ്ടേ? ആകെ ഒരു അസ്വസ്ഥത. അവൾ കണ്ണടച്ച് കിടപ്പായിരുന്നു. അവൻ്റെ ചോദ്യം കേട്ടതും അസ്വസ്ഥതയോടെ പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റിരുന്നു. കിടന്നിരുന്ന് ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേൽക്കരുതെന്ന് അറിഞ്ഞൂടില്ല. പതുക്കെ എഴുന്നേറ്റ പോരെ എന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവാത്ത എല്ലാത്തിലും അശ്രദ്ധ എനിക്കിപ്പോൾ. അവൻ അവളെ ശകാരിച്ചു. അതിനിപ്പോൾ ഒന്നും സംഭവിച്ചില്ലല്ലോടാ. ഒന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാ പറയുന്നത്. നിനക്കെല്ലാം സില്ലിയ. എൻ്റെ ടെൻഷൻ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലല്ലേ. സൈനയും റമിയും മാത്രം അതിന് കുഞ്ഞ് നമുക്ക് വേണ്ടാന്ന് ഞാൻ പറഞ്ഞു. ഇനി ഒരാളെ കൂടി ലാളിക്കാനും കൊഞ്ചിക്കാനും എനിക്ക് മോഹമില്ലാത്തതുകൊണ്ടല്ല, നിന്റെ വേദന കാണാൻ കഴിയാത്തതുകൊണ്ടാ. ആദ്യ പ്രഗ്നൻസിയിൽ നീ എന്തുമാത്രം ബുദ്ധിമുട്ട് അനുഭവിച്ചാലേ. ആ ഗർഭകാലം മുഴുവൻ ഒന്ന് അനങ്ങാനെങ്കിലും കഴിഞ്ഞിട്ടുണ്ടോ നിനക്ക്? 8ാം മാസം ബ്ലീഡിങ് കൂടിയിട്ടാ നിന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഉടനെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞ് നിന്നെ തിയേറ്ററിലേക്ക് കയറ്റി. അന്ന് ഓപ്പറേഷൻ റൂമിന് പുറത്ത് നിന്റെ അവസ്ഥ ഇപ്പോഴും എനിക്ക് ഓർക്കാൻ വയ്യ. ശ്വാസം വിടാതെ നിന്ന് അകത്തേക്ക് പോകുമ്പോൾ എൻ്റെ കയ്യിൽ മുറുകെ പിടിച്ച് കരഞ്ഞ നിന്റെ മുഖം കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചതാ ഇനി ഇങ്ങനെ വേദന നിനക്ക് വേണ്ടാന്ന്. പക്ഷേ നീ വാശി പിടിച്ച് നിർബന്ധം പിടിച്ച് പറഞ്ഞുകൊണ്ടാ വീണ്ടും. ആദ്യത്തെങ്കിലും ഡോക്ടർ പറഞ്ഞല്ലേടി, ഇനിയൊരു കുഞ്ഞിനെ ഗർഭം ചുമക്കുന്നതും പ്രസവിക്കുന്നതൊക്കെ നിന്നെ സംബന്ധിച്ചിടത്തോളം റിസ്ക് ആണെന്ന്. എന്നിട്ടും എന്തിനാടി ഞാൻ ഓരോ ദിവസം തള്ളിയിരിക്കുന്ന എത്രമാത്രം ടെൻഷനോടെയാണെന്ന് എനിക്കറിയുമോ? എന്തിനാമൻ നീ ഇങ്ങനെ പേടിക്കുന്നത്? എനിക്കൊന്നും സംഭവിക്കില്ല. അന്ന് നീ ഇതിനേക്കാളേറെ പേടിച്ചല്ലേ. എന്നിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചോ? കാരണം റബ്ബിനറിയാം നീ ഇല്ലാതെ എനിക്കോ ഞാനില്ലാതെ നിനക്കോ ജീവിക്കാൻ കഴിയില്ലെന്ന്. അതുകൊണ്ട് എന്നെ ഒറ്റക്കങ്ങ് വിളിക്കില്ല, നിന്നെയും കൂട്ടിയെ വിളിക്കുക. എത്ര വേദന സഹിച്ചാലും എന്താണ്, ഞാനും നീ ആഗ്രഹിച്ച പോലെ 2 തങ്കക്കുടങ്ങൾ തന്നെ നമുക്ക് കിട്ടിയില്ലേ. ഇരട്ടകളാവണേന്ന് ഞാനും നീ ഒരുപോലെ കുതിച്ചു. അതിനെ റബ്ബ് നമുക്ക് തന്നില്ലേടാ. പിന്നെ നീ ചോദിച്ചില്ലേ എന്തിനാ വീണ്ടും എന്ന്. അങ്ങനെ ചോദിച്ചാൽ എൻ്റെ സ്വാർത്ഥതയാവും. വീണ്ടും ഈ വയറ്റിൽ നിൻ്റെ ജീവൻ തുടിക്കണമെന്നൊരു കൊതി, അതിനെ ചുമക്കണമെന്നൊരു കൊതി. അതിനേക്കാളേറെ ആ നേരത്തെ നീ എനിക്ക് നൽകുന്ന അതിയായ സ്നേഹവും സംരക്ഷണവും ഒരിക്കൽ കൂടെ അനുഭവിക്കാനൊരു മോഹമമ്മൻ. സത്യം പറഞ്ഞാൽ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കുമ്പോഴും ഞാൻ സന്തോഷിക്കുക ചെയ്യുന്നു നിൻ്റെ ഈ കരുതൽ കണ്ടിട്ട്. യെസ് അമ്മൻ, എൻ്റെ സന്തോഷത്തിന് അതിരില്ലാതായിരിക്കുന്നു ഇപ്പോൾ. അവൾ അവനെ നെഞ്ചിലേക്ക് ചാഞ്ഞിരുന്നു. അവൻ്റെ വിരലുകൾ അവളുടെ മുടിഴകളെ തഴുകാൻ തുടങ്ങി. കുട്ടികളെന്തേ? അവൾ മുഖമുയർത്തി അവനെ നോക്കി. സൈന സനുവിൻ്റെ റൂമിലാണ്. റമിയെ അമ്മ എടുത്തുകൊണ്ട് പോയി. എന്തേ കൊണ്ടുവരാത്തെ?
അവരവിടെ കിടന്ന് ഉറങ്ങിപ്പോയാലോ? ഉറങ്ങിക്കോട്ടെ, ഇന്ന് അവിടെ കിടന്നോട്ടെ എന്ന്. അതെന്തിനാ? അതൊന്നും വേണ്ട, പോയി എടുത്തോണ്ടോ. ഇല്ല, എനിക്ക് ഉറക്കം വരില്ല. എടി ദുഷ്ട, മുമ്പ് ഈ നെഞ്ചിൽ കിടന്നില്ലെങ്കിൽ ഉറക്കം വരാത്തവളാ. ഇപ്പൊ നോക്കിയേ, എന്നെ വേണ്ട. എത്ര നാളായിടി ഞാനും നീ മാത്രമായിട്ട് ഇങ്ങനെ കുറച്ചു നേരം. ഇപ്പോൾ ഒരു കിസ് പോലും നേരാവണ്ണം തരുന്നില്ല. ഞാനൊന്ന് അടുത്തേക്ക് വരുമ്പോൾ കുട്ടികൾ കാണുമെന്ന് പറഞ്ഞിട്ട് പിടിച്ചൊരു ഉന്തും തള്ളൊക്കെയാ പോത്ത്. ഇന്നൊരു ദിവസം ഞാനൊന്ന് സ്നേഹിക്കട്ടെടി നിന്നെ. അയ്യടാ, അത് നീ അവരെ മാത്രം മാറ്റിക്കെടുത്തിട്ട് കാര്യമില്ല. ഇവിടെ ഒരാൾ ഇരിപ്പുണ്ട്, മറന്നാ നീ അത്? ഇവൾക്ക് ഇഷ്ടപ്പെടില്ല, ദേ ചവിട്ടാൻ തുടങ്ങി. ഓ, ഇതിങ്ങനെ പോയാൽ ഞാനിന്നും പട്ടിണി ആവുമല്ലോടി. നാടിയുടെ ചക്കര വാവുസല്ലേ, ഒരു ഇത്തിരി നേരം അമ്മയുടെ ആടിക്കുന്നതാണാ. അവൻ കുനിഞ്ഞ മുഖം താഴ്ത്തി അവളുടെ വയറിൽ കവിൾ ചേർത്ത് ഉരസുകയും ചുംബിക്കുകയും ചെയ്തു. അവളൊരു ചിരിയോടെ അവൻ്റെ ആ ഭാവങ്ങളെയൊക്കെ നോക്കിക്കൊണ്ടിരുന്നു. ചിരിക്കണ്ട, നിനക്കുണ്ടടി. അവൻ കുസൃതിയോടെ മുഖമുയർത്തി ഏറ്റുവാങ്ങിക്കാൻ തയ്യാറായതുപോലെ അവൾ ചിരിയോടെ തന്നെ ഇരുന്നു. അവൻ്റെ മുഖം അവളുടെ ചുണ്ടുകളിലേക്ക് അടുത്തു. നിമിഷങ്ങൾക്കകം അവൻ ആ ചോര ചുണ്ടുകളെ സ്വന്തമാക്കി കളഞ്ഞു. ഇനി ഉറങ്ങിക്കോ, ചുമ്മാ ഇരുന്ന് ഉറക്കം കളയണ്ട. എൻ്റെ മോളൂസിന് ഉറങ്ങാൻ നേരായിട്ടുണ്ടാവും. അല്ലടി വാവേ. അവൻ വീണ്ടും അവിടെ വയറ്റിൽ ചുണ്ടുകൾ ചേർത്തു. ഉറപ്പിച്ചോ മോളൂട്ടിയാണെന്ന്? നീയല്ലേ മിനിറ്റ് നേരം വെച്ച് പറയുന്ന മോളൂട്ടിയാണെന്ന്? അത് വെറുതെയാണ്. സൈനുട്ടിയെ ദേഷ്യം പിടിപ്പിക്കാൻ പറയുന്നല്ലേ. എനിക്ക് ആരായാലും മതി, മോനായാലും കുഴപ്പമില്ല, മോളായാലും കുഴപ്പമില്ല. എൻ്റെ കുഞ്ഞുവാവ ഒരു ബുദ്ധിമുട്ടും കൂടാതെ പെട്ടെന്ന് ഇങ്ങോട്ട് വന്നാൽ മതി. മതി മതി, കിടന്നോ, നേരം വൈകുന്നു. ആയില്ല, ഞാനൊന്ന് കുളിച്ചിട്ട് വരട്ടെ, ചൂട് സഹിക്കാൻ പറ്റണില്ല. പറഞ്ഞിട്ട് അവൾ കെട്ടിവെച്ചിരുന്ന മുടി അഴിച്ചിട്ടു. കുളിക്കാനോ ഈ നേരത്തോ? വേണ്ട, നീ കിടക്ക്. AC ഫുൾ സ്പീഡിലാണോ ഉള്ളത്? ചൂടൊന്നും എടുക്കില്ല. നീ ഇത് കണ്ടോ, ആകെ വിയർത്ത് വിളിച്ചു. AC ഫുൾ സ്പീഡാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ശരീരം മൊത്തം വിയർക്കുക. നിനക്കറിയുന്നല്ലേ എനിക്കിപ്പോൾ ചൂട് കൂടുതലാണെന്ന്. അവൾ മുഖത്തും കഴുത്തിലുമൊക്കെ പൊടിഞ്ഞ വിയർപ്പ് തുള്ളികൾ കൈകൊണ്ട് തുടച്ചു മാറ്റി ശേഷം പതിയെ കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാൻ ഒരുങ്ങി. എന്നാ മുടി കെട്ടി വെക്ക്, തല നനക്കണ്ട, മേലൊഴുകിട്ട് വന്നാൽ മതി. പറ്റില്ല, നീ തലയിലൊന്ന് കൈയിട്ട് നോക്ക്, വിയർത്ത് മുടിയൊക്കെ പറ്റിപ്പിടിക്കുന്നു. നിനക്കെന്നാടി പറഞ്ഞാൽ മനസ്സിലാവാത്തത്? ഇതാ ഞാൻ പറഞ്ഞു, നീ ഇപ്പോൾ കെയർലെസ് ആണെന്ന്. എല്ലാത്തിലും സ്വന്തം ഇഷ്ടവും വാശിയൊക്കെയാ. ആരെന്തു പറഞ്ഞാലും അനുസരിക്കില്ല. അതിനൊക്കെ പുല്ലുവിലയാ. നിനക്ക് എന്ത് തോന്നുന്നോ അത് ചെയ്യണം. നിനക്ക് നീരിറക്കൊണ്ട് രാത്രി തല നനക്കരുതെന്ന് ഇതിലും കൂടി ഡോക്ടർ പറഞ്ഞല്ലേടി. എടാ ദേഷ്യപ്പെടല്ലേ, ചൂട് സഹിക്കാൻ കഴിയാനിട്ടല്ലേ. പിന്നെ തല എത്ര വട്ടം നനച്ചാലെന്താ, തോർത്തി ഉണക്കി തരാൻ നീയില്ലേ? അവൾ സ്നേഹത്തോടെ അവൻ്റെ കവിളിൽ കൈ ചേർത്തു. കൂടുതൽ സോപ്പിംഗ് ഒന്നും വേണ്ട, വേഗം ഇറങ്ങിക്കോണം. നല്ല സുഖമുണ്ടെന്ന് പറഞ്ഞ് കുറേ നേരം വെള്ളത്തിൽ നിന്നാലുണ്ടല്ലോ, അവൻ പേടിപ്പിച്ച് പറഞ്ഞു. എന്നിട്ടൊരു ടവലും അവൾക്ക് മാറ്റാനുള്ള ഒരു അയഞ്ഞ വസ്ത്രം ബാത്റൂമിൽ വെച്ചിട്ടു. അവളെ പതിയെ പിടിച്ച് ബാത്റൂമിലേക്ക് ആക്കി കൊടുത്തു. അവൾ ഇറങ്ങുന്നവരെ ഡോറിൻ്റെ അടുത്ത് തന്നെ നിൽക്കുകയും ചെയ്തു. ദേ കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ, ഇതിനാ നീ ചുമ്മാ കലിപ്പായത്. അവനെ പേടിച്ചിട്ട് 5 മിനിറ്റ് തികയുന്നതിന് മുന്നേ അവൾ കുളിച്ചിറങ്ങിയിരുന്നു. അവൻ പതിയെ പിടിച്ച് നടത്തിച്ച് ബെഡിലേക്ക് ഇരുത്തുമ്പോൾ അവൾ പറഞ്ഞു, ചുമ്മാ കലിപ്പാവുന്നൊന്നല്ല, നിന്റെ പ്രവൃത്തി അതുപോലത്തെ അല്ലയില്ല. നീ എന്നെ ദേഷ്യം പിടിപ്പിക്കുന്നത്. ഇങ്ങോട്ട് വാ, തോർത്തി തരാം. അവൻ അവളുടെ കയ്യിൽ നിന്ന് ടവൽ വാങ്ങിച്ച് തല തോർത്തി കൊടുക്കാൻ തുടങ്ങി. വേഗം കിടന്നു, ഇല്ലെങ്കിൽ ചൂടെടുക്കുന്നത് പറഞ്ഞ് നീ വീണ്ടും ഞരങ്ങാൻ തുടങ്ങും. അവൻ തലയിണ ശരിക്കും എടുത്ത് വെച്ച് അവളെ പിടിച്ച് കിടത്തി. ഇങ്ങനെയല്ലടി, ചെരിഞ്ഞിട്ട് ഇറക്കടി. അവൾ മലർന്നു കിടന്നു. അവൻ പറഞ്ഞു, എന്തൊരു കഷ്ടം ഇത്. അവൾ അവൻ്റെ ഷർട്ടിൽ പിടിച്ചിട്ട് തന്നെ ഇടത്തെ ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടന്നു. അവൻ അവിടെ അരികിലിരുന്ന് അവളുടെ നെറുകയിലും ആ ചെറു നനവുള്ള മുടിയിലും തഴുകാൻ തുടങ്ങി. അവൾ ഉറങ്ങിക്കോട്ടെ എന്ന് കരുതി ഏറെ നേരം അതുപോലെ തഴുകിക്കൊണ്ടിരുന്നു. എങ്കിലും അവൾക്ക് ഉറക്കം പിടിച്ചതേയില്ല. അസ്വസ്ഥതയോടെ മുഖം തിരിക്കാനും നടുവിൽ കൈവെക്കാനും ഒക്കെ തുടങ്ങി. എന്താടേ? അവൻ ആകുലതയോടെ ചോദിച്ചു. വയ്യടാ, ഹോസ്പിറ്റലിലേക്ക് വാ, മമ്മയെ വിളിക്കട്ടെ. അങ്ങനത്തെ വേദനയൊന്നല്ലടാ, കിടക്കാൻ വയ്യ, എന്തൊരു അസ്വസ്ഥത പോലെ ഇരിക്കണം. എന്നാൽ ഒത്തിരി നേരം ഇരിക്ക്, ഉറക്കം വരുമ്പോൾ കിടന്നാൽ മതി. അവൻ തലയിണ കയറ്റി വെച്ച് അവളെ പിടിച്ചിരുത്തി. എന്നിട്ട് അവളുടെ മുഖം തെളിഞ്ഞില്ല. ഇനി എന്താടി, ഇരിക്കാനും വയ്യേ? ഇവിടെയല്ല, പുറത്തിരിക്കണം. പുറത്ത് നല്ല കാറ്റാ, അതൊന്നും വേണ്ട, ഇവിടെ ഇരുന്നാൽ മതി. പോരാ, എനിക്ക് പുറത്ത് തന്നെ ഇരിക്കണം. അന്ന് ഫസ്റ്റ് നൈറ്റിന് അന്നിരുന്നില്ലേ നിന്റെ മടിയിൽ, ആ തണുത്ത കാറ്റേറ്റ്, അതുപോലെ ഇന്നും ഇരിക്കണം. കുറച്ചു നേരം മതിയടാ. ഞാൻ ഗർഭിണിയായൊരു പെണ്ണ, എൻ്റെ ആഗ്രഹം സഹായിച്ചു തന്നില്ലെങ്കിലേ പാപം കിട്ടും നിനക്ക്. അവനെതിരൊന്നും പറഞ്ഞില്ല. അല്ലെങ്കിൽ അവളുടെ ഏതാഗ്രഹത്തിനാ എതിര് പറഞ്ഞിട്ടുള്ളത്? വാന്നും പറഞ്ഞ് അവളെ എഴുന്നേൽപ്പിക്കാൻ നോക്കി. അവൾ പക്ഷേ കൈ കൊടുത്തില്ല. എടുക്കട എന്നുള്ള അർത്ഥത്തിൽ കൈ രണ്ടും നീട്ടിപ്പിടിച്ചു. അനങ്ങാൻ വയ്യ, എന്നിട്ട് അവളുടെ ആഗ്രഹത്തിന് കുറവുണ്ട് നോക്കിയേ. അവൻ അവളെ കൈകളിൽ കോരിയെടുത്തുകൊണ്ട് പറഞ്ഞു. ആഗ്രഹിക്കുന്നതിനും സ്വപ്നം കാണുന്നതിനൊക്കെ എന്താ, മുടക്കൊന്നുമില്ലല്ലോ. പിന്നെ ഞാനെന്ത് ആഗ്രഹിച്ചാലും അത് സാധിച്ചു തരാൻ നീയുണ്ടല്ലോ. പിന്നെ ഞാനെന്തിനാ പേടിക്കുന്നത്?
എടി എൻ്റെ കുഞ്ഞുവാക്ക് തണുക്കില്ലെടി. അവൻ അവളെയും കൊണ്ട് ബാൽക്കണിയിലെ ഊഞ്ഞാലിലേക്ക് ഇരുന്നു. ഇല്ല, കുഞ്ഞുവാവിയുടെ ഉമ്മാക്ക് തണുപ്പ് ഇഷ്ടമാണല്ലോ, അതുകൊണ്ട് കുഞ്ഞുവാവക്ക് ഇഷ്ടമാകും. അവൾ അവനെ കഴുത്തിലൂടെ ഇട്ട് പിടിച്ചിരിക്കുന്നതിൽ നിന്നും ഒരു കൈയെടുത്ത വയറിൽ ചേർത്തു. അവരവളുടെ സംസാരം കേട്ടെന്ന് ചിരിച്ചു. അവൻ, നിനക്കിപ്പോൾ എന്താ തോന്നുന്നത്? എന്താ ഇപ്പം മനസ്സിൽ? അവൾ മുഖമുയർത്ത അവനെ നോക്കി. മനസ്സിലിപ്പോൾ നീയും നമ്മുടെ മക്കളുമാണ്. നിന്ന് കോളേജിൽ വെച്ച് ആദ്യമായി കണ്ടുമുട്ടിയതും ഉടക്കിയതും പിന്നീട് എന്നെ സ്വന്തമായി മാറിയതൊക്കെ ഓർമ്മ വരിക. എന്തൊക്കെയായിരുന്നെന്ന് എനിക്ക് ഇഷ്ടമല്ല, വെറുപ്പാണ്. മലപ്പുറം കത്തി, അമ്പും വില്ലും. എന്നെ കിടുകിടാ പറപ്പിച്ചുകൊണ്ടിരുന്ന പെണ്ണ ഇപ്പം എൻ്റെ 2 കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് 3ാമത്തേനെയും വയറ്റിലിട്ട് എൻ്റെ മടിയിലൊരു പൂച്ചക്കുഞ്ഞിനെ പോലെ ചേർന്നിരിക്കുന്നു. എല്ലാം കൂടെ ഓർക്കുമ്പോൾ ചിരി വരിക. പിന്നെ എനിക്ക് അത്രയ്ക്ക് ശരിയൊന്നും വരുന്നില്ല. പിന്നെ ഇതിനടി നീ ചോദിച്ച്? അവൻ അവളെ തറപ്പിച്ച് നോക്കി. എനിക്ക് ചോദിക്കണം തോന്നിയിട്ട് അവൾ പല്ലിളിച്ച് കാണിച്ചു. നീയല്ലേ പറഞ്ഞ ഇവിടെ നല്ല കാറ്റുണ്ടെന്ന്, എന്നിട്ട് എവിടെ? കാറ്റ് കുറവാണല്ലോ. ഇത്രയൊക്കെ മതി, കാറ്റുണ്ട് കഴിഞ്ഞാൽ അകത്തേക്ക് പോവാം. ഇല്ല, കുറച്ച് നേരം കൂടെ. ഞാൻ ഉറങ്ങിയതിന് ശേഷം എടുത്തുകൊണ്ട് പോയാൽ മതി. ബെഡിൽ കിടക്കുമ്പോഴേ അസ്വസ്ഥത തോന്നുന്നു. ഇങ്ങനെ നിൻ്റെ മടിയിൽ ഈ നെഞ്ചോട് ഇങ്ങനെ ചേർന്നിരിക്കുക നല്ല സുഖം. എത്ര നേരം ഇരുന്നാലും മടുക്കില്ലടാ. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖം ചായ്ച്ച് തൻ്റെ പ്രാണന്റെ ഹൃദയതാളം കേൾക്കാൻ തുടങ്ങി. അവൻ്റെ ചിരി വിടർന്ന ചുണ്ടുകൾ അവളുടെ നെറുകയിൽ പതിഞ്ഞു. കൈകൾ 2 അവളെ പൊതിഞ്ഞു പിടിച്ചു. ഇരുന്നോ, എത്ര നേരം വേണമെങ്കിലും. ഈ നെഞ്ചകം നിനക്കുള്ളതാ. ഈ ജീവിതാവസാനം വരെ ഈ നെഞ്ചിൽ ചേർന്നിരിക്കേണ്ടവൾ നീയാ. നിനക്ക് മാത്രം അവകാശപ്പെട്ടതാ. ഈ ശരീരത്തിലെ പ്രാണം നിലക്കുന്നവരെ ഈ നെഞ്ചോട് ചേർന്ന് നീ വേണല്ലേല. അവൻ്റെ ചുണ്ടുകൾ അവളുടെ തൂനെറ്റിയിലും കവിളിലുമെല്ലാം പതിഞ്ഞുകൊണ്ടേയിരുന്നു. ആ ചുംബനങ്ങളെല്ലാം ഏറ്റുവാങ്ങിച്ച് അവളൊരു കുഞ്ഞു പക്ഷിയെപ്പോൽ നാളെ പിറന്നു വീഴാൻ പോകുന്ന തൻ്റെ പൊന്നോമനെയും സ്വപ്നം കണ്ട് അവൻ്റെ നെഞ്ചിൽ കുറുകിയമർന്നു. മാനത്ത് ശോഭിച്ച് നിൽക്കുന്ന പൂർണ്ണചന്ദ്രൻ ഒരിക്കലും നിറം മങ്ങാത്ത അവരുടെ പ്രണയത്തിന് സാക്ഷിയായി നിന്നു. താരകങ്ങൾ നാണത്തോടെ കണ്ണുകൾ ചിമ്മി. ഒരു നേർത്ത കുളിർക്കാറ്റ് അവരെ ആശീർവദിക്കുമ്പോൾ തഴുകി അകന്നുപോയി. മുല്ലപ്പൂക്കളുടെ ഗന്ധവും സൗന്ദര്യവും അവരുടെ പ്രണയത്തെയും ആ രാത്രിയെയും ഒന്നുകൂടെ മനോഹരമാക്കി. ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. കഥയെക്കുറിച്ചും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രത്തെക്കുറിച്ചും 2 അഭിപ്രായം കുറിക്കാം. നാളെ മുതൽ ആരംഭിക്കുന്നു മഞ്ചാടി എഴുതുന്ന എൻ ജീവനിൽ.